എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വിഷു സ്പെഷ്യൽ ആയിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള പച്ചടി ആയിട്ടാണ് കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പച്ചടി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുന്നു, കാരണം ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസും വിഷു സംബന്ധമായിട്ടുള്ള, അതായത് സദ്യ സംബന്ധമായ എല്ലാ റെസിപ്പീസും ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ചീരപ്പച്ചടിയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ചീരപ്പച്ചടി ഞാൻ രണ്ട് തരത്തിൽ വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വിഷു സദ്യയുടെ പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കരുത്. വിഷുക്കട്ടയുടെ റെസിപ്പി ഉണ്ട്, എല്ലാ റെസിപ്പീസും ഉണ്ട്. നോക്കി ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചീര വെച്ചിട്ടുള്ള പച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചീര വെച്ചിട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ് തേങ്ങ ചേർക്കാതെയും രണ്ടാമത്തെ മെത്തേഡ് തേങ്ങ ചേർത്തിട്ടുള്ള പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുവന്ന ചീര വെച്ച് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയുടെ ഒക്കെ ഒരു ഏകദേശം കളർ വരുന്ന പോലെ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ബീറ്റ്റൂട്ട് ഇല്ലെങ്കിലും ചീര വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പച്ചടി നമുക്ക് ഈ വിഷുവിന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചീര ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കൈപ്പിടി മാത്രം നമുക്ക് ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാം. ചീര എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്റ്റീം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചയ്ക്ക് നമ്മൾ ചീര ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള വെർഷൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഒന്നുകൂടെ ആവാനുണ്ട്. ഇപ്പോൾ സ്റ്റീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാമേ. ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 9 ടേബിൾ സ്പൂൺ നല്ല തൈര്, അധികം പുളിയാത്ത തൈര് വേണം എടുക്കാൻ, ഒരുപാട് പുളി പാടില്ല. നല്ലതായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വന്നോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഒരുപാട് ഇടരുത്. നമുക്ക് ഉപ്പ് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് വളരെ കുനുകുനായി അരിഞ്ഞിടാം. നിങ്ങൾക്ക് അങ്ങനെ റോ ആയിട്ട് പച്ചമുളക് കടിക്കണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പച്ചയ്ക്ക് പച്ചമുളക് കടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആ ചീര വേവിക്കില്ല, ചീര വേവിക്കുന്ന സമയത്ത് അതിൽ കൂടി ഇട്ടിട്ടോ അത് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ചീരയുടെ ചൂടാറിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. പിന്നെ ഇതിലിരിക്കുമ്പോൾ കുറച്ചും കൂടി കളർ വരും കേട്ടോ, കാരണം ആ ചീരയിൽ ഇരുന്ന് ആ തൈരിലോട്ട് ഇങ്ങനെ യോജിച്ച് വരുമ്പോൾ കുറച്ചും കൂടി കളർ വരും. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കണം. അതിന് മുമ്പായിട്ട് ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാൻ പോയാണ്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചേച്ചിയും പഞ്ചസാര ഇല്ലാത്ത ഒരു സംഭവമില്ല, പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അത് പ്രത്യേക രുചി വരിക. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് അല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നോളും കേട്ടോ. ഇരുന്ന് ആ കളറിങ് ഇറങ്ങിക്കോളും. നമുക്കൊരു നുള്ളു മാത്രം ഷുഗർ ചേർക്കാം, അത് ഓപ്ഷനിലാണ്. മിക്സ് ചെയ്യാം. ഇനി രുചി നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്ന് തീരുമാനിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കണേ. ആ പച്ചമുളക് ഓപ്ഷനിലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു പച്ചമുളക് കഴിക്കാൻ, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇതൊരു സാലഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഒരു അല്പം കൂടി ഉപ്പാവാം. നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാടൻ രീതിയിൽ നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ. അത് നന്നായിട്ട് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്യുക. ഞാൻ അതിലോട്ട് ഒരു നുള്ളു മാത്രം കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള തേങ്ങ ചേർക്കാത്ത പച്ചടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത വെർഷൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു പിടി സ്പിനാച്ച് ഈ സെയിം പാത്രത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും വെള്ളം കൂടെ ചേർത്ത് നേരത്തെ ചെയ്തപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചീര കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജാറിലോട്ട് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയാണ്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതിലോട്ട് ഒരു പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ മുളക് കേട്ടോ, അപ്പോൾ ചോന്ന് പോയി, കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, പക്ഷെ അത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും ഉപയോഗിക്കാം, മൊത്തം ഹോൾ ജീരകമാണെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ 2 കറിവേപ്പില, 1/4 ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ
കട്ട തൈരും കൂടെ ചേർത്ത് നല്ല മഷി പോലെ നമുക്കിത് അരച്ചിട്ട് കൊണ്ടുവരാം. തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ ചീര കുക്കായിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. തൈര് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ തൈര് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത തൈരിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ഇരിക്കുന്ന തോറുമാണ് കളർ വരാട്ടെ. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അധികം കളർ തോന്നില്ല. പക്ഷേ ഇതിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നല്ല പിങ്ക് കളർ വന്നോളും. ഈ ചീരയുടെ ഒക്കെ കളർ അപ്പോഴാണ് ഇളകുക. ഞാൻ ഓഫ് ചെയ്യാൻ കേട്ടോ. കാര്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വെള്ളം പോലെ ആവും. നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ രുചി നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഷുഗറും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉപ്പും ഷുഗറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിനെ നമുക്ക് പച്ചടി എന്ന് വിളിക്കാൻ പറ്റിയതിന് കിച്ചടിന്നോ സാലഡെന്നോ റൈത്താന്നോ എന്ത് പേരുവാണെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പം നമുക്ക് രണ്ടും പാത്രങ്ങളിലോട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഫോട്ടോ എടുക്കാം. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞു, തണുത്തു. അപ്പോഴേക്കിന് കളറൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ്. അതായത് തൈര് മാത്രം ചേർത്തിട്ടുള്ള തേങ്ങ ചേർക്കാത്ത പച്ചടി. ഇത് തേങ്ങ ചേർത്ത പച്ചടി. നമുക്ക് രുചിച്ച് നോക്കാം. കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചീര നോക്കുമ്പോൾ ഇപ്പോൾ പച്ച കളറായി. ചീരയുടെ കളർ മുഴുവനും ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാം എനിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന്. കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ ഫ്രഷ് ആയി തോന്നുന്നത് ഈ തേങ്ങ ചേർക്കാത്തതാണ് കേട്ടോ. അപ്പം എൻ്റെ പ്രിഫറൻസ് ഇതാണ്. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ ഉണ്ടാക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കാം. അപ്പം എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള വിഷു ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഭംഗിക്ക് വേണ്ടി രണ്ടാമതും ഒന്ന് താളിച്ച് ചേർത്താണ് കേട്ടോ. ഈ പ്ലേറ്റിംഗ് ചെയ്യുമ്പോഴേ നിങ്ങൾ വിചാരിക്കും എവിടെ നിന്ന് പെട്ടെന്ന് ഇത് വന്നേന്ന്. അപ്പം അത് ഭംഗിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് ചെയ്തതാണ് കേട്ടോ. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്